നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞങ്ങൾ ഇന്നൊരിടം വരെ പോകുക. അപ്പം ഇവിടുന്ന് അടൂരിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴിക്ക് കുറെ നടന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ അത്രയും അഭിനയിക്കാൻ പറ്റുന്ന നടന്മാരാണോ അതോ നമ്മളെക്കാട്ടിലും വലിയ അഭിനയക്കാരാണോ എന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ വാ. പിന്നെ ഞങ്ങൾ തന്നെയല്ല പോകുന്നത്, ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അച്ഛനും അമ്മമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചാ പോകുന്നത്. അപ്പം കരുതി കൂട്ടിയുള്ള യാത്രയൊന്നുമല്ല, പെട്ടെന്നുള്ള എടുപിടിയെന്നുള്ള യാത്രയാണ്. അപ്പം ഞങ്ങളുടെ കൂടെ വരുന്നവരൊക്കെ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം, നമ്മുടെ അത്രയും പറ്റുന്നവരാണോ എന്ന്. അമ്മാമ്മയുടെ ഒക്കെ മുറ്റത്തെ ഒരു ചെടി കണ്ടോ, നല്ല രസമില്ലേ അത് കാണാൻ. അപ്പം അമ്മാമ്മ അച്ഛനെ ഇപ്പൊ ഇറങ്ങി വരുവേ. ഞങ്ങളിവിടെ വണ്ടിയിൽ ഇരിക്കുവോ വന്ന്. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ, അപ്പുറത്തും ഇപ്പുറത്തും തന്നെയാ കേട്ടോ, ഒത്തിരി ദൂരമൊന്നുമില്ല. അച്ഛൻ ഇറങ്ങി, അമ്മാമ്മയും വന്നേ. ഞങ്ങളെല്ലാരും ഭയങ്കര സന്തോഷത്തില നടന്മാരെ കാണാൻ പോകുന്നതിന്റെ. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടെ. ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഞങ്ങൾ പോയത്. പിന്നെ റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കണ്ടോ, നമ്മുടെ അടൂരെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കി, അടിപൊളിയല്ലേ. ആ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും റോഡ് പൊതുവെ തിരക്കൊക്കെ കുറവായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഫാം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരാള് UK വന്നപ്പം അവര് ഫാമിലിയായിട്ട് അവിടെ പോയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളും അവിടെ പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയേ. വണ്ടിയൊക്കെ റോഡിൽ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് താഴെ ഇറങ്ങി ചെന്നു. പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അവിടെ ഒരാൾക്ക് എത്ര രൂപയാണെന്നൊക്കെ ടിക്കറ്റിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുതിര സവാരി, വണ്ടി സവാരി, അങ്ങനെ കുറേ ഇതുണ്ട്. സ്റ്റഡി കേവ്. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു കഴിയുമ്പോഴേ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ വരുവേ. പിന്നെ ഞങ്ങളുടെ കൂടെ വന്നത് അതിൻ്റെ ഉടമ തന്നെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അവിടെ നിരത്തിയിട്ടിരുന്ന കുറേ വണ്ടികളുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ കുതിര സവാരിക്കൊന്നും പോയില്ല. പിന്നെ ആ കുതിര വണ്ടിയുടെ അടുത്ത് നിന്ന് അത് കയറിയിരുന്നു ഒക്കെ കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തേ. പിന്നെ അവിടുത്തെ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വൃത്തിയായിട്ടാണ് അവിടെ എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ പല ടൈപ്പിലുള്ള വണ്ടികളിലൂടെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഈ കല്യാണ ചെക്കന്മാർക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പഴയ കാല ഇങ്ങനത്തെ കുതിരവണ്ടിയൊക്കെ വേണമെങ്കിലില്ലേ, അതിനും അവിടെ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അച്ചായനും അമ്മാമ്മയൊക്കെ അതെല്ലാം കുതിരവണ്ടിയിൽ കയറിയിരുന്ന ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നേ. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അത്, ഞങ്ങൾ പോയതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് അത് പറഞ്ഞത്. ഞങ്ങളും കയറിയിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഞാനതിൽ അവിടെ കിടന്നിരുന്ന ആ വണ്ടിയിലൊക്കെ കയറിയിരുന്നും പിന്നെ അതിൻ്റെ പീരങ്കിയുടെ അടുത്ത് നിന്നും ഒക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ നേരം കൂടെ അവിടെ നിന്ന് കേട്ടോ. അതിൻ്റെയൊക്കെ ഭംഗി കണ്ടട്ടെ നല്ല രസമായിരുന്നു. പണ്ട് ഇതൊക്കെ പുറമൊക്കെ ഓല കൊണ്ടായിരുന്നു, ഇപ്പം അത് പരമ്പാക്കിയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് താഴോട്ട് ഇറങ്ങി ചെന്നപ്പോൾ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു. ചൈനോ അമ്മാമ്മയെ ഊഞ്ഞാലിലൊക്കെ ഇരുന്നാടി. ഞങ്ങൾ ഊഞ്ഞാലിൽ ആടാനൊക്കെ ചെന്നപ്പോഴത്തേക്കും ഇല്ലേ ഗൈഡ് വിളിച്ചേ. കാരണം വേറെ കുറേ പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയി മറ്റ് ഇതൊക്കെ കാണിക്കാനായിട്ടും പറഞ്ഞു തരാനായിട്ടും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പം കയറാമെന്ന് പറഞ്ഞേ. പിന്നെ താഴോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഒറ്റത്തടിയിൽ തീർത്ത ഒരു കൊതുമ്പ് വെള്ളം കണ്ടു. അത് പഴയ കാലത്ത് അവർ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്നാണ് പറഞ്ഞേ. പിന്നെ കുഞ്ഞു കിളികളെ, സ്പാരോ പോലുള്ള കിളികളെ കാണാനായിട്ട് കയറി. അതിൻ്റെ കേജ് തന്നെ ഒരു പ്രത്യേക തരത്തിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആ കിളികളെല്ലാം ഉള്ള ഒറ്റ വലിയൊരു കേജ്. അതിന് പുറത്ത് അതിനും ഒരു ഡോറുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് ചെറിയൊരു കേജും കൂടെ ഉണ്ട്, അതിനും ഡോറുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത് തുറക്കുമ്പം പെട്ടെന്ന് ആ ഫസ്റ്റ് കേജിൽ നമ്മളെ കയറ്റിയിട്ട് അത് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ആ പക്ഷികളെ ഇട്ടേക്കുന്ന ആ കേജ് തുറക്കത്തുള്ളേ. അങ്ങനെ നമ്മളെ അതിനകത്തിൽ കയറ്റിയിട്ട് ആ കേജൊക്കെ അടച്ചിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കിളികൾ, പലതരത്തിലുള്ള പ്രാവുകൾ, തത്തകൾ, പിന്നെ സ്പാരോ പോലത്തത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാൻ. പോയി കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണണേ, അടിപൊളിയാണ്. പിന്നെ കാട പോലത്തെ വേറെ ഒരു കുഞ്ഞ് പക്ഷി ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കണ്ടു. നല്ല രസമാണ് കാണാനായിട്ട്, അടിപൊളിയാണ്.
പിന്നെ ആ ഒറ്റത്തടിയിൽ തീർത്ത കൊതുമ്പോളം എന്ന് പറഞ്ഞില്ലേ, അത് ആഞ്ഞിലിത്തടി കൊണ്ടാ ഉണ്ടാക്കിയേക്കുന്നതെന്നാ പറഞ്ഞത് കേട്ടോ. പിന്നെ കണ്ടോ കാട പോലത്തെ പക്ഷികളുടെ കാര്യം പറഞ്ഞില്ലേ, അത് ആ നിലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതിന്റെ മുട്ടയുണ്ടല്ലോ, ചെറിയ മുട്ടയാ, അത് മനുഷ്യർ കഴിക്കുന്നതാന്നാ പറഞ്ഞേ. പിന്നെ കണ്ടോ തത്തമ്മകളെ കണ്ടോ, നല്ല പല കളറിലുള്ള മഞ്ഞയും ചുവപ്പും ഒക്കെ ഉള്ള പ്രാവുകളും തത്തകളും ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ വന്നത് ഈ വലിയ സ്പാരോ ഇല്ലേ, സർക്കസിലൊക്കെ കാണുന്ന പോലത്തെ, അതിന്റെ അടുത്തായിരുന്നേ. പിന്നെ വീഡിയോ എടുക്കുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ ഒന്നും അവർക്ക് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. പിന്നെ അവർ പറയാതെ നമ്മൾ അതിനെ ഒന്നും തൊടുവോ ഒന്നും ചെയ്യരുത്, അത് കടിക്കുവോ എന്നൊന്നും ചോദിക്കരുത്. കാരണം അതിനെ അങ്ങനെ പരിശീലിപ്പിച്ചേക്കുന്നതാ. കടിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനെ കടിക്കാനാ പറയുന്നതെന്നാ അത് വിചാരിക്കുന്നു. അപ്പം നമ്മളെ അത് കൊത്തും. പിന്നെ നമ്മുടെ ദേഹത്തൊക്കെ അതിരിക്കും കേട്ടോ. അച്ഛനും അമ്മാമ്മയും പിന്നെ ഞാനും ഒക്കെ ഇങ്ങനെ അതിനെ ദേഹത്ത് വെച്ചേ, അത് കയ്യിൽ വന്ന് ചെറുതായിട്ട് കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എങ്കിലും കുഴപ്പമില്ല, നല്ല സ്നേഹമുള്ളതാണ് കേട്ടോ. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരതിനെ അങ്ങ് എടുത്ത് മാറ്റിയേ. അതിൻ്റെ ഷോളൊക്കെ കൊത്തി എടുക്കുന്നുണ്ടായിരുന്നു, അപ്പോഴത്തേനും അതിനെ എടുത്തങ്ങ് മാറ്റി. പിന്നെ ഞങ്ങളുടെ കൂടെ അല്ല, ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് വന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു, അവരും അതിനൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ വേറെ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. പിന്നെ പാമ്പായിരുന്നു കേട്ടോ. എന്നോട് അതിനെ എടുത്തോളാം, വീഡിയോ എടുത്തോളാനോ അതിനെ പിടിക്കൊണ്ട് വീഡിയോ എടുത്തോളാനൊക്കെ അവർ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനെ എടുക്കാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നേ. എൻ്റെ ഇച്ചായൻ അതിനെ എടുത്തേ. പിന്നെ ഞാൻ അതിനെ ഒന്ന് തൊട്ട് നോക്കി കേട്ടോ. നല്ല സോഫ്റ്റ് അതിൻ്റെ പുറമൊക്കെ. അടുത്തത് കണ്ടത് ഈ കുഞ്ഞ് എലികളാണ്. പിന്നെ എലികൾ ഈ നമ്മുടെ ഇവിടുത്തെ പോലത്തെ എലികളല്ല, പല വെള്ള കളറിൽ ബ്ലാക്ക് കളറിലൊക്കെ. പിന്നെ പ്രത്യേകിച്ച് അതിനെ ആ എലി കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഈ പാമ്പിന് ഭക്ഷണമായിട്ടാണെന്നാ പറഞ്ഞത്. എല്ലാം നല്ല സാനിറ്റൈസറൊക്കെ ചെയ്ത് നല്ല ഇതായിട്ടാണ്. പിന്നെ അതിനൊക്കെ വാക്സിൻ എടുക്കുന്നതാണെന്നും പറഞ്ഞു. കണ്ടോ ഈ ജീവിയെ കണ്ടോ. പിന്നെ അതിനെക്കുറിച്ച് ഓരോന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നേ. പിന്നെ ഇത് കണ്ടോ, ഒരു ആട്, അതിന്റെ കൊമ്പ് രണ്ടും കിഴിച്ചിട്ട് അത് ഈ തൊടലിടാൻ പരുവത്തിന് ഒരു കൊളുത്ത് ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇടിയാന്നാ പറഞ്ഞത്. അതിനെ ഒന്ന് ഇറക്കണമെങ്കിൽ രണ്ട് സൈഡിലും അതുപോലെ കൊളുത്തിട്ട് തൊടലിട്ടിട്ട് 3 പേര് ചേർന്ന് അതിനെ പിടിച്ചിറക്കുന്നതെന്ന് പറഞ്ഞു. അന്യായ ഇടിയാന്ന് പറഞ്ഞു കേട്ടോ, ഇടിച്ച് കൊല്ലൂന്ന് പറഞ്ഞു. പിന്നെ കീരി പോലത്തെ എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നേ. പിന്നെ വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ചെന്ന ആ സമയം ആ പ്രാവിനെ എല്ലാം തുറന്നു വിടാനുള്ള സമയമായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഡോറൊക്കെ തുറന്നത് അവർ പറഞ്ഞപ്പോഴേ, അപ്പോഴത്തേനും ഇതെല്ലാം കൂടെ പറന്നട്ടെ ആ ഷീറ്റിൻ്റെ മുകളിലൊക്കെ വന്നിരുന്നു അങ്ങോട്ട് പറക്കുന്നു ഇങ്ങോട്ട് പറക്കുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എനിക്ക് ആ പ്രാവുകളെയാണ് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. കളർഫുള്ളാണ്, കണ്ടില്ലേ, വൈറ്റ് കളറ്, ബ്രൗൺ കളറ്, പിന്നെ ഇത് രണ്ടും കൂടെ മിക്സായ കളറ്, ബ്ലാക്ക്, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പഴയ ഒരു ഓട്ടോ ഉണ്ട്, അത് കേജ് ആക്കിയിട്ട് അതിനകത്ത് പ്രാവുകളെ ഇട്ടേക്കാം. പിന്നെ യമുനെ കണ്ടോ, അതിന്റെ മുട്ട ഉണ്ടല്ലോ 2026 ഡിസംബർ വരെ ബുക്കിംഗ് ആണെന്നാ പറഞ്ഞത്. ഇത് കണ്ടോ, ഏറ്റവും വലിപ്പം കുറഞ്ഞ ആട്, അത്രവേ അത് വളരത്തോളം എന്നാണ് പറഞ്ഞത്. പിന്നെ കുതിരയെ കണ്ടോ, പല കളറിലുള്ള കുതിരകളുണ്ടായിരുന്നു കണ്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ അതിൻ്റെ അടുത്തൊക്കെ പോയാൽ തൊടാനൊന്നും പറ്റത്തില്ല, പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഒട്ടകം, അതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണേ. ഇനിയും സ്റ്റഡി കേവിലും കൂടെ കയറാനുണ്ട്. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് ആ ഗൂസിനെ കണ്ടേ, അതുങ്ങൾ ഭയങ്കര കാർച്ചയായിരുന്നു കേട്ടോ. ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ ചെന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ വീണ്ടും ഞാൻ ആ പ്രാവിൻ്റെ അടുത്ത് പോയി ഒരു വീഡിയോയും കൂടെ എടുത്തിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഞങ്ങളുണ്ടല്ലോ, അവിടെ ഒരു മ്യൂസിയം ഉണ്ടേ, പുരാവസ്തു സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം പഴയ വീഡിയോ ക്യാമറകൾ അങ്ങനെയൊക്കെ. പിന്നെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട, എമുവിൻ്റെ മുട്ട, അങ്ങനെ ഓരോന്നും അത് വിശദീകരിച്ച് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കതെല്ലാം കൂടെ വിശദീകരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നല്ല രസമാണ് അതിനകത്ത് കാണാൻ. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു. പണ്ട് സൈക്കിൾ റോഡിൽ ഇറക്കണമെങ്കിൽ ലൈസൻസ് നിർബന്ധമായിരുന്നു, ഇല്ലെങ്കിൽ 5 പൈസ ഫൈൻ അടിക്കും. സൈക്കിൾ ലൈസൻസ് നിർബന്ധമായിരുന്നു. പിന്നെ പഴയ നോട്ടുകളുടെ ഒരു ശേഖരണം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബുക്കിനകത്തിലെ നോട്ടുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു. എല്ലാം എക്സിബിഷന് കൊണ്ടുപോയേക്കുവാന്ന് പറഞ്ഞേ. പിന്നെ തപാൽ ബോക്സ് കണ്ടോ, അത് അവരുണ്ടാക്കിച്ചേക്കുന്ന കേട്ടോ. സർക്കാരിൻ്റെ നമുക്ക് സൂക്ഷിക്കാൻ നിയമമില്ലെന്ന് പറഞ്ഞു. പിന്നെ സീല് കണ്ടു.
പാൽ ബോക്സ് സിനിമക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അവരുണ്ടാക്കിച്ചേക്കുന്നതാ കേട്ടോ. അടുത്തത് ഞങ്ങൾക്ക് സ്റ്റഡി കേവിൽ കയറണമായിരുന്നേ. അപ്പോൾ അത് അവർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഞാൻ അവിടെ കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു ഊഞ്ഞാലയിൽ കയറി ഇത്തിരി നേരം ഒന്ന് ആടിയേ. പിന്നെ പാർക്ക് പോലെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്ന പല പല സാധനങ്ങൾ അവിടെ ഉണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ ഒത്തിരി ദൂരം യാത്ര ചെയ്തു പോകാതെ നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ലതല്ലേ. പിന്നെ മുട്ട പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്തിൽ നിന്ന് കയറി അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു ഒരു ഗാർഡൻ പോലെയുണ്ട്, നല്ലതായിരുന്നു. പിന്നെ ഈ കേവിൽ പോയി കയറിയത് എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ആ കേവിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലേ. പിന്നെ ഉണ്ടല്ലോ, പേടിയുള്ളവരൊന്നും അതിനകത്തിൽ കയറാതിരിക്കുന്നതാണ് നല്ലത്, എൻ്റെ അഭിപ്രായമാണ്. പിന്നെ അങ്ങോട്ട് കയറിയാൽ പിന്നെ തിരിച്ച് മുൻപോട്ടേ നമുക്ക് പോരാൻ പറ്റത്തുള്ളൂ, തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ അതിലെല്ലാം കയറി ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ, യാത്രയൊക്കെ നല്ലായിരുന്നു. പിന്നെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.